ഇൻഫോർമേറ്റീവ് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. ഞാൻ അമലേന്ദു AS, HSS ഫോർ ഗേൾസ് വെങ്ങാനൂർ സ്കൂളിലെ സീനിയർ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഞാൻ. ചൈൽഡ് റൈറ്റ്സ് എന്ന വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് CWC മെമ്പർ അനീഷ വിയൽ മാം ആണ്. മാം, വെൽക്കം. മാമിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 1989 നവംബർ 20 UN ഒരു കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കുറേയധികം അവകാശങ്ങൾ, ഏകദേശം 54 ആർട്ടിക്കിളുകളുള്ള ഒരു സംഹിതയാണ് UNCRC എന്ന് പറയുന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി. അപ്പോൾ ആ ഉടമ്പടിക്കകത്ത് പ്രധാനമായും കുട്ടികളുടെ അവകാശങ്ങൾ എന്നത് നമുക്ക് 4 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് അതിജീവനാവകാശം എന്നുള്ളതാണ്. അതായത് റൈറ്റ് ടു സർവൈവൽ. അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ഭ്രൂണമായി എത്തുന്ന ഒരു പോയിന്റിൽ തുടങ്ങി കുട്ടിയുടെ അവകാശം ജനിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ചേർന്ന് വരുന്നതാണ് കുട്ടിയുടെ സർവൈവൽ റൈറ്റ് എന്നുള്ളത്. പിന്നെ വരുന്ന രണ്ടാമതായി നമ്മൾ പറയുന്ന അവകാശം എന്ന് പറയുന്നത് കുട്ടികളുടെ ഉന്നമന അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുട്ടികളുടെ മാനസികവും ശാരീരികവും വൈകാരികവും ലൈംഗികപരമായും ഒക്കെയുള്ള ഉന്നമനം എന്നുള്ളത് കുട്ടിയുടെ അവകാശമായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിങ്ങൾക്ക് നന്നായി വളരാനുള്ളൊരു സാഹചര്യം ഉൾപ്പെടെ നിങ്ങളുടെ ശരിക്കുള്ള ഫിസിയോളജിക്കൽ ഹെൽത്ത്, സൈക്കോളജിക്കൽ ഹെൽത്ത്, ഇതിൻ്റെയൊക്കെ വളർച്ച ഉൾപ്പെടുന്നതാണ് എന്ത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്. പിന്നെ നമ്മൾ വരുന്ന ഏറ്റവും പ്രധാനം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കുട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണത്തിനുള്ള അവകാശം. അത് എന്തിൽ നിന്നൊക്കെ? പുറത്തു നിന്നുള്ള എല്ലാ വയലൻസിൽ നിന്നും, നെഗ്ലക്റ്റിൽ നിന്നും, അബ്യൂസിൽ നിന്നും ഒക്കെ കുട്ടികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷണം കിട്ടുന്നതിന് കുട്ടികൾക്ക് അവകാശമുണ്ട്. ഏറ്റവും അവസാനത്തേത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ മറ്റൊരു അവകാശമായി നമ്മൾ പറയുന്നത് റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ, അതായത് പങ്കാളിത്തത്തിനുള്ള അവകാശം. അപ്പോൾ അങ്ങനെ പങ്കാളിത്തം എന്ന് പറയുന്നത് കുട്ടിയുടേതായ വിഷയങ്ങളിൽ കുട്ടിയുടേതായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അവരുടെ കൂടെ പങ്കാളിത്തം എൻഷുർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ, ഇത് എല്ലാ അവകാശങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആണ്, ഒന്നൊന്നിനോട് ചേർന്നിരിക്കുകയാണ്. ഒരു നല്ല സാഹചര്യത്തിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ അവകാശം, നല്ല ഒരു എൻവയോൺമെൻറ്റ് കിട്ടാൻ, ക്ലീൻ വാട്ടറിനുള്ളത്, പിന്നെ നല്ല ഫ്രഷ് എയറിനുള്ളത്, അച്ഛൻ്റെയും അമ്മയുടെയും കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഫാമിലിയുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, സൊസൈറ്റി നിങ്ങൾക്ക് തരേണ്ട കെയറും പ്രൊട്ടക്ഷനും, ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ ചേർന്നതാണ് കുട്ടികളുടെ അവകാശങ്ങളെന്ന് പറയുന്നത്. വെല്ലുവിളി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ കൃത്യമായി കുട്ടികളുടെ അവകാശങ്ങൾ എന്താണെന്നുള്ള ബോധം കുട്ടികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ കൃത്യമായ രീതിയിൽ എത്തിച്ചേരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പം നിങ്ങൾ മക്കളെന്നുള്ള നിലയിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി കുറച്ച് ബോധവാന്മാരായിരിക്കും, പക്ഷെ അതേസമയം നിങ്ങൾക്ക് എന്തുമുണ്ട്? കടമകളുമുണ്ട്, ഇല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ സൊസൈറ്റി നിങ്ങൾക്ക് തരേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ കടമകളും, ഇത് രണ്ടും കൂടി ചേർന്ന് പോകുമ്പോഴാണ് ശരിക്കൊരു ബാലൻസ് ഉണ്ടാവുന്നത്, അല്ലേ? അല്ല അവകാശങ്ങൾ മാത്രം നിങ്ങൾ നേടിയെടുക്കുകയും നിങ്ങളുടെ കടമകൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നൊരു പോയിന്റ് വരുമ്പോൾ ഈ സൊസൈറ്റിയിൽ അരാജകത്വം കൂടും എന്നുള്ളതാണ്, ക്രൈമിൻ്റെ റേറ്റ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ കുറേ സാഹചര്യങ്ങളിൽ പൊതുവിൽ കുട്ടികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഏജൻസിനും അല്ലെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഏജൻസിനും, അതിനകത്ത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും, ഇല്ലേ? ഇപ്പം നമ്മളെ സംരക്ഷിക്കുന്ന പോലീസ്, നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പൊതുവിലുള്ള കാര്യങ്ങൾ നോക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കുട്ടിയുടെ അവകാശങ്ങൾ ഇന്നതൊക്കെയാണ് എന്നതിൽ കൃത്യമായി ബോധവാന്മാരായിരിക്കുകയും അത് കൃത്യമായി എൻഷുർ ചെയ്ത് കൊടുക്കുകയും കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം അവരുടെ കടമകൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
ഇപ്പോൾ അവകാശ സംരക്ഷണത്തിന് ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? നേരത്തേതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറേ മെച്ചപ്പെട്ടില്ലേ അവസ്ഥകൾ? അപ്പോൾ അതായത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സംവിധാനം കുട്ടികളുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുവിധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സംവിധാനങ്ങൾ വഴി ഇതിൻ്റെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരെ എക്യുപ്ഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവിൽ പറയും കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയും അല്ലേ. അവർക്ക് ഏറ്റവും ആദ്യം അവരിത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന അധ്യാപകന് കൃത്യമായ ബോധ്യമുണ്ടാകണം അല്ലേ. അത് നടപ്പിലാക്കുന്നതിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ നിങ്ങളുടെ മേലധികാരി എന്നുള്ള നിലയിൽ നിങ്ങളുടെ HM-നോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോ കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടാവണം. അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതിന് അതിന് മുകളിലുള്ള DD പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായ ഒരു ബോധ്യമുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ സംവിധാനങ്ങളെയും ട്രെയിൻ ചെയ്യുക എന്നുള്ളതും, ആ ട്രെയിൻ ചെയ്യുന്ന ആളുകൾക്ക് താഴെ തട്ടിലേക്ക്, ഇപ്പോൾ ഒരു സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ചിലപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ ഒരു ട്രെയിനിങ് കിട്ടിയ അധ്യാപകർ കൂടെയുള്ള മറ്റ് അധ്യാപകർക്ക് എന്താണ് കുട്ടികളുടെ അവകാശം എന്നത് സംബന്ധിച്ചും ഇത് അവർക്ക് നേടിക്കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും ഒക്കെ ബോധവാന്മാരായിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സ്കൂളിനകത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഹെൽത്തി അവേഴ്സ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണ്? സ്കൂളിലല്ലേ. അപ്പം നിങ്ങളുടെ പല പ്രശ്നങ്ങളും അറിയാൻ അത് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധ്യത കൂടുതലുള്ള ആളുകളും ആര് തന്നെയായിരിക്കും? നിങ്ങളുടെ ടീച്ചേഴ്സും സ്കൂൾ അതോറിറ്റീസും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് കേസുകൾ സുരക്ഷിതത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപകർ തന്നെ നേരിട്ട് കുട്ടികളുമായി എത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അടിസ്ഥാനപരമായി നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾക്ക് നേടിത്തരാൻ ഉത്തമമായ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ അധ്യാപകരാണ്. അതോടൊപ്പം അധ്യാപകർ മാത്രം വിചാരിച്ചത് കൊണ്ട് പൂർത്തീകരിക്കണം എന്നില്ല. അതിന് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ രക്ഷിതാക്കൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുട്ടികൾ തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും രക്ഷിതാക്കളെ കൂടെ നേരിടേണ്ട സാഹചര്യം അധ്യാപകരിലേക്ക് എത്താറുണ്ട്. അപ്പോൾ പലപ്പോഴും അവരുടെ മനോവീര്യം ചോർന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടിയുടെ അവകാശം എന്നുള്ളത് കുട്ടിയുടെ മാത്രമല്ല, അത് രക്ഷിതാവിൻ്റെയും അതോടൊപ്പം അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും തൊട്ട് അതിന് മുകളിലേക്ക് നിൽക്കുന്ന ഇതിൻ്റെ എന്താ പറയുന്നത് നമ്മളുടെ നീതിന്യായ സംവിധാനങ്ങൾ വഹിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് പതിയെ പതിയെ കെട്ടിപ്പടുത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൽ പോക്സോ നിയമം എത്രത്തോളം സഹായിക്കുന്നു? പോക്സോ നിയമത്തിൻ്റെ നിയമം ഉണ്ടെന്ന് കൃത്യമായി നിങ്ങൾക്ക് ധാരണയുണ്ട് അല്ലേ. എപ്പോഴാണ് നിലവിൽ വന്നത്? 2012 നവംബർ മാസം 14 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തെ തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് പോക്സോ നിയമം. അപ്പോൾ ആ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തെ, ഇത് വെറും അതിക്രമമല്ല, ഇത് പൂർണ്ണമായും ലൈംഗിക അതിക്രമം എന്ന ഒരു അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടയുന്നതിനൊരു സ്പെസിഫിക് ലെജിസ്ലേഷൻ ഉണ്ടായിരുന്നില്ല. 2012 അങ്ങനെ ഒരു നിയമം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു നിയമം വന്നു എന്നുള്ളത് കൊണ്ട്, അപ്പോൾ അതിന് മുമ്പത്തെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ കാര്യമായ രീതിയിൽ സെക്ഷുവൽ അട്രോസിറ്റി നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം കുട്ടികളുടെ ഇടയിൽ 13 സംസ്ഥാനങ്ങളിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു പഠനം നടത്തുമ്പോൾ അന്ന് കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ 53.22% കുട്ടികൾ സെക്ഷുവലി അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം കുട്ടികൾ, അതിൽ 50%-ലധികവും ആൺകുട്ടികളാണ്. നമ്മൾ പൊതുവിൽ സെക്ഷൽ അട്രോസിറ്റിയെ പറ്റി പറയുമ്പോൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അട്രോസിറ്റിയാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ
പെൺകുട്ടികൾക്കെതിരെയും സെക്ഷൽ അട്രോസിറ്റി നടക്കുന്നുണ്ട്. ഇനി ആൺകുട്ടി പെൺകുട്ടി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ LGBTQIA+ എന്ന് പറയുന്നൊരു വലിയ വിഭാഗമുണ്ട്. പ്രധാനമായും അതിനകത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി കൺഫർമേഷൻ ഇല്ലാതെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം കുട്ടികളും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്നുണ്ട്. അപ്പോൾ പോക്സോ നിയമം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവായി ഈ ലൈംഗിക അതിക്രമത്തെ തടയുന്നതിനു വേണ്ടി നിലവിൽ വന്നിട്ടുള്ള നിയമമാണ്. അപ്പോൾ നിലവിലുള്ള ശരിക്കൊരു 3 PA ബേസ് ചെയ്തിട്ടിരിക്കും. ഒന്ന് പ്രിവെൻഷൻ, മറ്റൊന്ന് പ്രൊട്ടക്ഷൻ, മറ്റൊന്ന് പ്രോസിക്യൂഷൻ. ഈ 3 പീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നിയമം നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ഒരിക്കലും ഒരു കുട്ടിയും ഈ സൊസൈറ്റിയിൽ നേരിടാൻ പാടില്ല, അത് തടയുക എന്നുള്ളതും, അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അതിൽ നിന്നും ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും, അവരെ ആരാണോ അത്തരത്തിൽ അബ്യൂസ് ചെയ്തിട്ടുള്ളത് അവരെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ ഈ നിയമം നിലവിൽ വന്നതോടുകൂടി വളരെ വലിയ ഗ്രാവിറ്റിയുള്ള, അതായത് പെനിട്രേഷൻ ഉള്ള സെക്ഷൽ ഒഫൻസിൽ തുടങ്ങി അൺവെൽക്കമിങ് ആയിട്ട്, ഇപ്പം നിങ്ങളെ മോശമായ ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനത്തെ നോട്ടം തിരിച്ചറിയാൻ പറ്റുമോ? ഒരു ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉണ്ടായാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റണം, ഉറപ്പായും പറ്റണം. അപ്പം അങ്ങനെ ആ പറയുന്ന സാഹചര്യത്തിലേക്ക് പോലും, അതായത് പെനിട്രേഷനിൽ തുടങ്ങി അൺവെൽക്കമിങ് ആയൊരു നോട്ടം ഒരു കുഞ്ഞിന് നേരെ ഉണ്ടായാൽ പോലും അതിനെ തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്നുള്ളതും അത് ചെയ്യുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പോക്സോ നിയമം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം ഉപദ്രവങ്ങൾ പൊതു സൊസൈറ്റിയിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്നാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്നാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ, ഇത്തരം ഉപദ്രവിക്കുന്ന വ്യക്തികളെ ശിക്ഷിക്കാനുമാണ് ഇങ്ങനൊരു നിയമം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചില സാഹചര്യത്തിൽ, വളരെ ചെറിയ സാഹചര്യങ്ങളിൽ ഇത്തരം ഈ ഒരു നിയമം എന്നുള്ളത് ആയുധം പോലെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമുക്കിഷ്ടമില്ലാത്തത് പറയുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ആയുധമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായി ചില സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പാടില്ല. നമുക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം എപ്പോഴും നിങ്ങൾ മറ്റൊരാളിനെതിരെയുള്ളൊരു വാളായി ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് മറ്റൊരാൾ നമ്മളെ വെട്ടുന്ന ആ ഒരു വാളിനെ തടുക്കാനുള്ള പരിച പോലെയാണ് നമ്മൾ ഇത്തരം നിയമങ്ങളെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വളരെ കൃത്യമായി ഇതിനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത്തരം ഏതെങ്കിലും ഒരു കേസോ 2 കേസോ ഒക്കെ ഇങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ കുട്ടി പറഞ്ഞത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുന്ന ഒരു ചർച്ച പോലും ഈ നിയമത്തിൻ്റെ പ്രസക്തിയെ ഇല്ലാതാക്കി കളയും, അല്ലേ? പിന്നെ എപ്പോഴും ഇത്തരം ഒരു സംശയ ബുദ്ധിയോടുകൂടി, അതാണ് പൊതുസമൂഹം പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല. ഉറപ്പായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളായ നിങ്ങൾക്ക് മറ്റൊരാൾ നമ്മളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ടാവണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ സ്കില്ല് നിങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മളെ അച്ഛനമ്മമാരിലൂടെ, നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്ലേ ക്ലാസ്സിൽ നിന്ന് തന്നെ ഈ വിദ്യാഭ്യാസം തുടങ്ങണം എന്നുള്ളതാണ്. നമ്മളെ അറിഞ്ഞുകൊണ്ട് ഒരാളെപ്പോലും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ലൈംഗികമായ എന്നല്ല, ഒരു തരത്തിലും മറ്റൊരാളിൽ നിന്നൊരു ചൂഷണം ഏൽക്കാതെ പരമാവധി നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പല സോഷ്യൽ മീഡിയകളും നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമായ തരത്തിൽ ഉപയോഗിച്ച് അതിൽ നിന്നെ വിക്ടിംസായി മാറാറുണ്ട്, അല്ലേ? നമുക്ക് പരിചയമില്ലാത്ത പല ആളുകളെയും ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുകയും പിന്നീട് ഇവരൊക്കെയും പലപ്പോഴും സെക്ഷൽ അട്രോസിറ്റിയുടെ വിക്ടിമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കുള്ളിലുള്ള നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന കുറേ ആളുകളുടെ വിജയം കൂടിയാണത്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ, നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് പോലും ഇത്തരം സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെ പരിചയപ്പെടാനോ, അല്ലെങ്കിൽ അവർ പറയുന്ന ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴാനോ നമ്മൾ പാടില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ട കർമ്മം എന്താണ്? പഠിക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും മിടുക്കരായാൽ ഫുൾ A+ വാങ്ങാൻ പറ്റുമോ?
ഇല്ല അല്ലേ? അപ്പോൾ അവരവരുടെ മാനസികമായിട്ടുള്ള ശേഷിക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ടെക്നിക്കലി ആയിരിക്കും ഒരു കാലിബർ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ കഴിവിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യണം. ഇതൊക്കെ ഈ നിയമം നിങ്ങൾക്ക് തരുന്ന പരിരക്ഷ ആണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോയി കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക ചെയ്യരുത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവരെ നമുക്ക് ഈ സൊസൈറ്റിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പ്രോപ്പറായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ വരെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നാളെ അയ്യോ അവൾ ഇന്ന കേസിൽ പെട്ടൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ തള്ളിക്കളയാൻ പാടുണ്ടോ? ഇല്ല. കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പെട്ടുപോയത് അവരുടെ മാത്രം കുറ്റമല്ല, ഒരു പക്ഷേ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. കുട്ടിയുടെ കുടുംബത്തിൻ്റെ, കുട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ചുറ്റുപാടിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി പെടുന്നത്. അപ്പോൾ അവരെ ഒഴിവാക്കാതെ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനും കൂടിയാണ് പോക്സോ നിയമം നിങ്ങളോട് പറയുന്നത്. മാം, പോക്സോ കേസുകളിൽ കുട്ടികളുടെ സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? പോക്സോ നിയമം പൂർണ്ണമായും കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുതെന്നും കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യരുതെന്നും ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം മുതൽ ആ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോക്സോ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്ന് വിവരമുള്ള ഏതൊരാളും പ്രോപ്പറായി ഇത് പോലീസിനെ ഇൻഫോം ചെയ്യണം എന്നുള്ളത്. ഇല്ലെങ്കിൽ അവർ കേസിൽ പ്രതിയാകും എന്നൊരു നിയമമാണ് പോക്സോ നിയമം. അപ്പോൾ അവിടം തുടങ്ങി പോലീസിൽ ഈ വിവരം കിട്ടുന്ന സമയം മുതൽ, ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലീസിനെ, സ്കൂളിൽ വളരെ ചുരുക്കം എൻ്റെ പ്രഥമാധ്യാപകനും ക്ലാസ് ടീച്ചറും അല്ലെങ്കിൽ ഒരു കൗൺസിലറും ഉൾപ്പെടെ മാത്രം ഈ വിവരം മനസ്സിലാക്കുകയും അത് പോലീസിനെ ഇൻറ്റിമേറ്റ് ചെയ്യുകയും പോലീസ് വളരെ കോൺഫിഡൻഷ്യലായി ഈ വിവരം ഒരിക്കലും ഇത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളുടെ അടുത്ത് യൂണിഫോമിൽ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നിയമത്തിനകത്ത്. ഒരിക്കലും അവരെ എന്ത് ചെയ്യരുത്, അവരുടെ ഇഷ്ടത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. കുട്ടിക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരിടത്ത് വെച്ചിട്ട് കുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴിയെടുക്കേണ്ടത്. കുട്ടിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ എടുക്കേണ്ടതും അതുപോലെ തന്നെ കഴിവതും പെൺകുട്ടികളാണെങ്കിൽ കൃത്യമായും ഒരു വനിതാ മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ കുട്ടിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ മജിസ്ട്രേറ്റ് ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ കഴിവതും ഒരു വനിതാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് മൊഴിയെടുക്കുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യണം. ഈ പറയുന്ന ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇര എന്ന് ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിജീവിതരായിട്ടുള്ള കുട്ടികളുടെ കോൺഫിഡൻഷ്യാലിറ്റി ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ ആയിരിക്കണം ഈ പറയുന്ന കേസുകൾ അന്വേഷിക്കാൻ. ഇനി സുരക്ഷിതത്വം എന്നുള്ളത് കുട്ടി കുടുംബത്തിനുള്ളിൽ സുരക്ഷിതയല്ലെങ്കിൽ കൃത്യമായും പോലീസ് എന്ത് ചെയ്യണം? കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതാത് ജില്ലകളിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. താൽക്കാലികമായി അവരെ അവിടെ ഷെൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. CWC അത് കൃത്യമായി ചെയ്യും. എന്നാൽ ഒരിക്കലും കുട്ടിയെ ദീർഘനാളൊരു സ്ഥാപനത്തിൽ നിർത്താൻ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കുട്ടികൾ എവിടെയാണ് വളരേണ്ടത്? വീടുകളിൽ, സ്വന്തം വീടുകളിൽ, അല്ലെങ്കിൽ സ്വന്തമാകും എന്ന് തോന്നുന്ന ഒരു വീടുകളിൽ, അല്ലെ ബന്ധുക്കളുടെ ആകാം. അതല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളെ ഫോസ്റ്റർ കെയറോ അങ്ങനെ അഡോപ്ഷനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ അത്തരം സാധ്യതകളിലൂടെയൊക്കെ കുട്ടി ഒരിക്കലും സ്ഥാപനത്തിൽ നിൽക്കരുത്, കുടുംബത്തിൽ നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. മാം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം എന്തൊക്കെയാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രധാനമായി 2 കാറ്റഗറിയിലാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് വെച്ചാൽ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ കുറ്റം ചെയ്യുന്ന കുട്ടികളെന്നൊക്കെ. അതായത് കുറ്റം ചെയ്തതാകാം, ഒരുപക്ഷെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നതാകാം. ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ പോലീസ് ഒരു കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങോട്ടേക്ക് വരും? ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് വരും. അതൊരു കോടതിയല്ല കേട്ടോ. 3 പേരടങ്ങുന്ന ഒരു ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ എല്ലാവിധ അധികാരങ്ങളോടും കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ JJB എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായൊരു ജുഡീഷ്യൽ ഫോറമാണ്. പക്ഷേ ഇതൊരു ബോർഡായിട്ടാണ് ആക്ട് ചെയ്യണം. 3 പേരുണ്ടാവും. കുട്ടിയുടെ റീഹാബിലിറ്റേഷനും റീഇൻറ്റഗ്രേഷനും ഒക്കെ JJ ആക്ട് പ്രകാരം ആ ബോർഡ് എൻഷുർ ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികൾ.
അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഉണ്ടാവാം പല സാഹചര്യങ്ങളിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളുണ്ടാവാം അല്ലേ, അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഉപേക്ഷിച്ച കുട്ടികളുണ്ടാവാം, അതല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള കുട്ടികളുണ്ടാവാം, പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിട്ട് വരുന്ന കുട്ടികളുണ്ടാവാം, പല അബ്യൂസിൻ്റെ വിക്ടിംസ്, നമ്മൾ പറയുന്ന ചൈൽഡ് മാരേജ്, ബെഗ്ഗിങ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ, ഇതിൻ്റെയൊക്കെ വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികൾ, അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾ, അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും തന്നെ കുടുംബത്തിനകത്ത് പലതരത്തിലുള്ള നെഗ്ലക്റ്റും അല്ലെങ്കിൽ അബ്യൂസും ഒക്കെ നേരിടുന്ന കുട്ടികൾ, ഇങ്ങനത്തെ കുറേയധികം കാറ്റഗറി കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. ഇവരെയൊക്കെയാണ് നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവരെ ഈ നിയമത്തിനുള്ളിലൂടെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള പദ്ധതികളിലേക്കൊക്കെ ഉൾപ്പെടുത്തി ഇവർക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഫിനാൻഷ്യലി ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഒരു എമൗണ്ട് ഒരു മാസം നമുക്ക് കൊടുത്ത് അവരെ വീട്ടിൽ നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പദ്ധതികളിലൂടെ വിവിധ ആളുകളിലൂടെ അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ വകുപ്പിൻ്റെ ഭാഗമായി ICDS എന്ന് പറയുന്ന സംവിധാനമുണ്ട്, SCPS എന്ന് പറയുന്ന സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഉണ്ട്, നിർഭയ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഇവരിലൂടെയൊക്കെ നിലനിൽക്കുന്ന കുറേയധികം മറ്റ് പദ്ധതികൾ, അനുബന്ധ പദ്ധതികൾ, കാവൽ പ്ലസ്, ഇങ്ങനെ തുടങ്ങുന്ന ശരണബാല്യം, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, നിങ്ങളുടെയൊക്കെ സ്കൂളുകളിലുണ്ടോ അവർ റെസ്പോൺസിബിൾ ORC എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 100ഓളം സ്കൂളുകളിൽ നമുക്ക് ഈ പദ്ധതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പദ്ധതികളിലേക്കും ഈ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് ഇവരെ പ്രോപ്പറായി റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്. മാം, കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികളെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? കൊണ്ടുവരണം, അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ, ഉറപ്പായും കൊണ്ടുവരണം. അവരെ നമ്മൾ ആജീവനാന്തകാലം കുറ്റവാളികൾ എന്നാണോ പറയുന്നത്? ഒരിക്കലും കുട്ടികളെ അങ്ങനെ പറയാൻ പാടില്ല. അതാണ് നിയമത്തിനകത്ത് പറയുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. കുട്ടിയുടെ കുഴപ്പം എന്നല്ല പറയുന്നത്, നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും കുട്ടി ഈ അവസ്ഥയിലേക്ക് പെടാമെന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പലപ്പോഴും സൊസൈറ്റി നിർമ്മിച്ച് എടുത്ത കുട്ടികളായിരിക്കും. നമ്മുടെ സാമൂഹികമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബത്തിലുള്ള പരാധീനതകൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടുമൊക്കെയാണ് കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വന്ന പല കുഞ്ഞുങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ആയി രൂപം കൊണ്ട ഒരു പ്രശ്നം ഭാവിയിൽ അത് ഒരു കുറ്റകൃത്യത്തിലേക്ക് അവരെ നയിച്ചതായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിലുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് അവരെന്തിലേക്ക് എത്തിപ്പെട്ടത്, കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിപ്പെട്ടതായും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഏകദേശം 2015 നിലവിൽ വന്നതെങ്കിലും അതിനു മുമ്പ് നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ടായിരുന്നു. നമ്മൾ പോയി ഈ ഐക്യരാഷ്ട്ര സഭയുടെ UNCRC റാറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട് JJ ആക്ട് നിലവിലുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന UNCRC ഒപ്പിട്ട് 1992 ഡിസംബർ 11 നമ്മളത് റാറ്റിഫൈ ചെയ്ത ശേഷം 2000 നമുക്കൊരു നിയമം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2006 2011 ഒക്കെ നിയമത്തിന് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ നിയമത്തിനകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയും അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കുട്ടികൾക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ സാധ്യമാകുന്നതിന് വേണ്ടി നിംഹാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂരിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു പദ്ധതി രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് കാവൽ എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും 28 സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഈ കാവൽ പദ്ധതിയിലൂടെ ഒരുപാട് കുട്ടികൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് പലതരത്തിലുള്ള സപ്പോർട്ട്, അവരുടെ കുടുംബത്തിലേക്കുള്ള സപ്പോർട്ട്, കുട്ടിക്ക് ഇൻഡിവിജ്വലി അവരുടെ ബയോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത്, സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത്, അവരുടെ എഡ്യൂക്കേഷണൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത്, വൊക്കേഷണലി അവരെ എക്യൂപ്പ് ചെയ്ത് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിപ്പെട്ട് കുടുംബങ്ങളെ
നമ്മൾ എക്യൂപ്പ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള പദ്ധതി എന്ന നിലയിൽ കാവൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഒരുപാട് കുട്ടികളെ ഓരോ ദിവസവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. നമുക്കറിയാം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പോലും നമ്മുടെ സൊസൈറ്റിയിൽ പല ആളുകളും പലതരത്തിലത് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേയധികം പ്രശ്നങ്ങൾ, അതിൽ നിന്നാണ് അവനൊരു കുറ്റകൃത്യത്തിൽപ്പെട്ട കുട്ടിയായി മാറിയത്. നമ്മൾ അവനെ കുറ്റവാളിയായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അവനൊരു പക്ഷേ നാളെ ഒരു കുറ്റവാളിയായി തന്നെ ജീവിക്കേണ്ടി വരും. പകരം നമ്മളൊരു ഇടപെടൽ അവനിൽ നടത്തിക്കഴിഞ്ഞാൽ, കാവല് പോലെയുള്ള പദ്ധതികളുടെ ഇടപെടലുണ്ടായാൽ അവനൊരു പക്ഷേ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് ജീവിക്കാൻ സാധ്യമാകും. മാം, സ്റ്റുഡൻറ് പോലീസ്, കാഡറ്റ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ എത്രമാത്രം പങ്കുവഹിക്കാൻ കഴിയും? നിങ്ങൾക്കേ പങ്കുവഹിക്കാനുള്ളൂ. ഒരുപാട് സംവിധാനങ്ങൾ, SPC പോലെ, NCC പോലെ ഒരുപാട് സംവിധാനങ്ങളില്ലേ കുട്ടികൾക്ക് സ്കൂളിൽ. അപ്പോൾ നിങ്ങളെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചൈൽഡ് റൈറ്റ്സ് അംബാസഡറായി മാറാനുള്ള സാഹചര്യമുണ്ട്. മനസ്സിലായോ? കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഒരുപാട് പദ്ധതികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈവൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന് പോലും അത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പലപ്പോഴും അറിയുന്നില്ല അല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇത്തരം പദ്ധതികളെ പറ്റി, കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ സഹായവും സപ്പോർട്ടും കൊടുക്കുകയും അവരെ അവരുടെ കടമകൾ ചെയ്യാൻ പ്രാപ്തരാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാം രാത്രി ഫുൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, മോളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മോളോട് അതിനെപ്പറ്റി വന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി 12 മണിക്കും ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചു. ആസ് എ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് മോക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചേഴ്സിനോട് പറയാം, ആ കുട്ടിയോട് നേരിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇല്ലേ? 12:30 മണിക്ക് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അല്ലേ? ആ സമയം നമുക്ക് എന്തിനുള്ള സമയമാണ്? ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഈ പാതിരാത്രികളിൽ, അസമയങ്ങളിൽ അനാവശ്യമായി ഇത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങളാദ്യം ബോധവാന്മാരാകണം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട്, ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ വലിയ വാല്യൂ ഉണ്ടാവും നിങ്ങൾ അവരോടത് സംസാരിക്കുമ്പോൾ, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്വമേധയാൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ ഒരു പ്രദേശത്ത് നന്നായി കൃഷി ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട്, കൃഷിയെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, ഇല്ലേ? അല്ലേ? ഇങ്ങനെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പഠനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നടക്കുന്നതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. ഇത്തരം ചെറിയ കുറച്ച് ആളുകളെ ചേർത്ത് നിങ്ങളുടെ ഒരു ക്ലാസ്സിനെ മാത്രം ചേർത്തുകൊണ്ട് ഡിബേറ്റുകൾ സംഘടിപ്പിക്കുക, ചില എഴുത്ത് മത്സരങ്ങൾ സംഘടിപ്പിക്കുക, വെറുതെ സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ട്രെയിൻഡ് ആവണം, അതിനുശേഷം അവരെയും ട്രെയിൻ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെയൊക്കെ കൊണ്ടുവരാൻ. നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി പോലും നാളെ ഒരു അബ്യൂസർ ആകാനോ, ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആകാനോ, ഒരു ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവാനോ ഉള്ള സാധ്യതയെ പരമാവധി കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഉറപ്പായും സാധിക്കും.